അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഏകദേശം നിർബന്ധമാണ്. ഒന്ന്, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഒരു സ്ക്രൂട്ടണിക്കായിട്ടുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടിക. രണ്ട്, CCTV ദൃശ്യങ്ങൾ. ഇത് രണ്ടും തരാതിരിക്കാനുമാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും തരില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിൽ തെളിവോടുകൂടി ഇത്തരം ഇരട്ടിപ്പുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം കൃത്രിമങ്ങൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ. ഇവിടെ അജിംസ് ഉയർത്തിയൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും ചെയ്തിരിക്കുന്ന തൃശ്ശൂരിലെ ഇത്തരം കൃത്രിമം കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നതനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഈ തൃശ്ശൂരിലെ നഗരത്തിലുമൊക്കെ ഇത്തരം ചേർത്തുകൊണ്ടിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റുകളെ സംബന്ധിക്കുന്ന വലിയ കാര്യമായൊരു പഠനം, അരിച്ചു പറക്കിയുള്ളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലും കൃത്രിമ നമ്പറുകളിലും ചേർത്തിരിക്കുന്ന പേരുകളെ സംബന്ധിക്കുന്ന പട്ടിക തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, മഹാദേവപുരയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊരു തുടക്കമാണ്. ഡിജിറ്റൽ വോട്ടർ പട്ടികയില്ലാതെ, CCTV ദൃശ്യങ്ങളില്ലാതെ, മാനുവലായി 30 അടി പൊക്കത്തിലുള്ള വലിയ ഭാരമുള്ള അല്ലെങ്കിൽ നിരവധി പേപ്പറുകളുടെ ഒരു ലിസ്റ്റിനെ അരിച്ചു പെറുക്കി ഇത്തരം ഒരു ലിസ്റ്റ്, ഇത്തരം കൃത്യമായ 1 ലക്ഷത്തിൽ പരം വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ഞങ്ങൾക്ക് സംശയമുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇത്തരം വോട്ടർ പട്ടികകൾ പരിശോധനയിലാണ്. അതിൽ തൃശ്ശൂരും പെടും. തൃശ്ശൂരിലും അത്തരം ഒരു പഠനം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയിലാകമാനം ഒരു അവബോധം സൃഷ്ടിക്കുവാനും, ഇത്തരത്തിൽ കൃത്രിമത്തിലൂടെ അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ജനങ്ങളെ അണിനിരത്തിയും നിയമ പോരാട്ടത്തിലൂടെയും ഒക്കെ തന്നെ ആ വിജയത്തിനെ തന്നെ റിവേഴ്സ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സാധ്യമാകുമോ എന്ന് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ബീഹാറിൽ തന്നെ ഉദാഹരണം എടുക്കുക. ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരുന്നു. ഈ SIRന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടത്തുന്ന ഈ എക്സസൈസ് എല്ലാം തിരിച്ചടിക്കുന്നത് പോലെ തോന്നുന്നില്ലേ? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒന്നും പറയാനില്ല. അതായത് ഇന്ത്യ സഖ്യം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഒരു മറുപടിയുമില്ല. തെറി വിളിക്കുമ്പോഴാണ് അതിന് അമിത്ഷാ മറുപടി പറയുന്നത്. അല്ലാതെ അവരുന്നയിക്കുന്ന ഒരു ആക്ഷേപങ്ങൾക്ക് മറുപടിയില്ല. എന്നിടത്ത് ഒരുതരം ഡിഫൻസിലായി പോവല്ലേ BJP ബീഹാറിൽ? ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ എന്താണ്, നോക്കൂ അജിംസെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ലിജുവിന് ഇപ്പൊ ഈ നിമിഷം ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെയും ഏത് ബൂത്തിലെയും വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ഇതല്ലാതെ ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ആർക്കും ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏതൊരു പൗരനും ചെക്ക് ചെയ്യാം, ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെ ഏത് ബൂത്തിലെയും. ഷാബു, വോട്ടർ പട്ടികയുടെ ആപ്പ് വഴിയുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എന്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നല്ലാതെ അതിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ പരിശോധിക്കും? അത് ഒരു കാര്യമുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയും കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ, ഈ വോട്ടർമാർ ശരിക്കുള്ളതാണോ എന്നൊക്കെ അറിയാനാണ് ഈ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ബൂത്ത് ലെവൽ ഏജൻസ് ഉള്ളത്. ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട് ജിംസെ? ഏറിയാൽ 1000. ആ 1000 പേരെയും നേരിട്ട് മുഖപരിചയമുള്ളവനായിരിക്കണം അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും. ഈ 1000 പേരെ വെരിഫൈ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, ജനസമ്പർക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജന്റിനെ, ഒരു പ്രവർത്തകന് എത്ര സമയം വേണം? അവന് 7 ടൺ കടലാസും 9 അടി ഉയരമുള്ളത് ഒന്നും വേണ്ട. ആ ഒരു ബൂത്തിലെ മാത്രം നോക്കിയാൽ മതി. അത് ചെക്ക് ചെയ്യാൻ ആ സംവിധാനമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഉള്ളപ്പോൾ ഇവര് തൃശ്ശൂരിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിൽ സംഭവിച്ചതിനെ പറ്റി VS സുനിൽകുമാർ പറയുന്ന, അന്നത്തെ CPI സ്ഥാനത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കരട് വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന പാകപ്പിഴയുള്ള ഒരു പരാതി കൊടുത്ത് തിരുത്തിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ ഇവർ അന്തം വിട്ടു പോവുകയാണ്. ഒരു ബൂത്തിൽ തന്നെ അവരറിയാത്ത വോട്ടർമാർ. ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തും ആലത്തൂരിൽ ഒന്ന് ആളുകൾ വോട്ട് ചെയ്യുക ഒറ്റ നിമിഷം. അപ്പോൾ ഇതിനെപ്പറ്റി കളക്ടറോട്, മുഖ്യ വരണാധികാരിയോട് പറഞ്ഞപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്തോളും എന്ന ഒറ്റ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഒരു നടപടിക്കും തയ്യാറായില്ല. കരട് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് കടന്നു സുരേഷ് ഗോപി ജയിച്ചു. അപ്പം ആ വോട്ടർ പട്ടികയാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് ഇപ്പോൾ.